ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 3 ഫേസ് ട്രാൻസ്ഫോമർ ആണ്. 3 ഫേസ് ട്രാൻസ്ഫോമർ നമുക്ക് നോക്കാം എന്താണ് ഈ 3 ഫേസ് ട്രാൻസ്ഫോമർ. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ പഠിച്ചു, പിന്നെ ഓട്ടോ ട്രാൻസ്ഫോമർ പഠിച്ചു. അപ്പൊ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട്, അപ്പൊ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കണം, അതിന് പ്രൈമറി സൈഡ് ഉണ്ട്, സെക്കൻഡറി സൈഡ് ഉണ്ട്. പ്രൈമറി സൈഡ് ഉണ്ട്, സെക്കൻഡറി. അപ്പൊ ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ താഴോട്ട് ടൈപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ 3 ഫേസ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്ക് സപ്ലൈ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ? പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിൽ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനൊരു 3 ഫേസിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണ 2 മെത്തേഡ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ അതുപോലുള്ള 3 ട്രാൻസ്ഫോമർ എടുത്ത് വെച്ചിട്ട് നമുക്ക് 3 ഫേസിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് ഒരു സിംഗിൾ ഫേസ് വെക്കുക, അതിൻ്റെ വേറെ സിംഗിൾ ഫേസ് വെക്കുക, മൂന്നെണ്ണം അങ്ങനെ വെക്കുക. എന്നിട്ട് ഒന്നാമത്തെ ട്രാൻസ്ഫോമറിൽ കൊടുക്കുക, രണ്ടാമത്തെ ഫേസ് രണ്ടാമത്തെ ട്രാൻസ്ഫോമറിൽ കൊടുക്കുക, മൂന്നാമത്തെ ഫേസ് മൂന്നാമത്തെ ട്രാൻസ്ഫോമറിൽ കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ അതിന്റെ സെക്കൻഡറി സൈഡ് ഉണ്ടല്ലോ, സെക്കൻഡറി സൈഡിൽ നിന്ന് നമുക്ക് സപ്ലൈ എടുക്കാൻ പറ്റും. ഒന്നാമത്തെ ഫേസിൽ നിന്ന് എടുക്കാം, 2ൽ നിന്ന് എടുക്കാം, മൂന്നാമത്, അങ്ങനെ നമുക്ക് സെക്കൻഡറി സൈഡിൽ നിന്ന് 3 വയർ എടുത്തിട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ അതിന്റെ കണക്ഷൻസിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലായിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്, ഈ 3 ഫേസ് സപ്ലൈ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സിസ്റ്റം ഉപയോഗിക്കുന്നത് സാധാരണ ഹൈ ടെൻഷൻ സബ്സ്റ്റേഷനുകളാണ്. ഹൈ ടെൻഷൻ സബ്സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ആ സബ്സ്റ്റേഷന് ചിലപ്പം 220 kV ലൈനായിരിക്കും വരുന്നത്. അവിടെ നിന്ന് നമുക്ക് അതിനെ വീണ്ടും നമ്മൾ 66 kV ആക്കിയായിട്ട് വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് ഈ സിറ്റിയിലേക്കൊക്കെ അയക്കുന്നത്. സിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ അതിനെ വീണ്ടും നമ്മൾ 110 ആക്കും. 110 ആയിട്ട് വീണ്ടും അതിനെ 440 ആക്കി ചെറിയ വോൾട്ടേജ് ആക്കിയിട്ട് ഈ 11 kV ലൈനെ നമ്മൾ 440 വോൾട്ടേജ് ആയിട്ടാണ് നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ സപ്ലൈ എത്തുന്നത്. അത് സിംഗിൾ ഫേസിലേക്ക് എടുക്കുമ്പോൾ, സിംഗിൾ ഫേസ് നമ്മുടെ വീട്ടിലെടുക്കുമ്പോൾ അറിയാമല്ലോ, 230 ആണ്. 3 ഫേസ് വരുമ്പോൾ 440. അത് നമ്മൾ പഠിച്ചതാണ്. 3 ഫേസ് സപ്ലൈ കണക്ഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. സ്റ്റാർ ഡാറ്റ കണക്ഷൻസ് ഒക്കെ നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചതാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ 3 ഫേസ് സപ്ലൈ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ മതി. ഇനി അതൊക്കെ ഉപയോഗിക്കുന്നത് ഹൈ ടെൻഷൻസ് സബ്സ്റ്റേഷൻസിലാണ്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു കംപ്ലൈൻസ് വന്നാൽ ഈ 3 ട്രാൻസ്ഫോമർ ഇരിക്കല്ലേ, ഒരു ട്രാൻസ്ഫോമർ നമുക്ക് ഓഫ് ചെയ്താൽ മതി, ബാക്കി 2 ട്രാൻസ്ഫോമർ അവിടെ ആക്റ്റീവ് ആയിരിക്കും. അപ്പം ഇനി ഒരു പീരിയോഡിക്കലി ചെക്കപ്പ് ചെയ്യണം. നമ്മളങ്ങനെ ചെക്കപ്പ് ചെയ്യാറുണ്ട്. 1, 2, 3 മാസം കഴിയുമ്പോൾ ഓരോ ട്രാൻസ്ഫോമറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരെണ്ണം ഓഫ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. വേറെ 2 ആക്റ്റീവ് ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെ മാറി നമുക്ക് ഓരോന്ന് ട്രാൻസ്ഫോമർ ചെക്ക് ചെയ്യാനായിട്ട് കഴിയും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. എന്നാൽ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ പടം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതല്ല, ഇത് ഒറ്റ യൂണിറ്റ് ആണ്. നോക്ക്, ഇത് 3 ഫേസ് ട്രാൻസ്ഫോമറിന്റെ ഒറ്റ യൂണിറ്റ് ആണ്. ഇത് പ്രൈമറി, ഇതിന്റെ പുറകെ നോക്കൂ, സെക്കൻഡറി. അപ്പൊ സപ്ലൈ നമ്മൾ ഇവിടെയോട്ട് കൊടുക്കുകയാണ്. ഇവിടെയോട്ട് സപ്ലൈ കൊടുക്കുന്ന അപ്പർ സൈഡിൽ നമുക്ക് സപ്ലൈ വെളിയിലേക്ക് എടുക്കാം. ഇങ്ങനെയുള്ള യൂണിറ്റിനെ നമ്മൾ സിംഗിൾ യൂണിറ്റ് 3 ഫേസ് ട്രാൻസ്ഫോമർ ആണ്. സിംഗിൾ യൂണിറ്റ് 3 ഫേസ് ട്രാൻസ്ഫോമർ. ഇതിനെ നമ്മൾ കാണിച്ചിരിക്കുന്ന ഒരു സിംഗിൾ യൂണിറ്റ് 3 ഫേസ് ട്രാൻസ്ഫോമർ എന്നാണ് അറിയപ്പെടുന്നത്. നോക്കോളൂ, ഈ സിംഗിൾ യൂണിറ്റ് 3 ഫേസ് ട്രാൻസ്ഫോമറിന്റെ ഒരു ഫിസിക്കൽ
പടമാണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്. നോക്കോളൂ, ഇത് അതിൻ്റെ ടാങ്കാണ്. ഈ ടാങ്കിനകത്താണ് ഇവിടെ നമ്മൾ മുകളിൽ കാണിച്ചിരിക്കുന്ന വൈൻഡിങ് ഈ ടാങ്കിനകത്താണ് ഇരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് ഓയിലുണ്ട്. ബാക്കി പ്രൊട്ടക്റ്റീവ് ഡിവൈസ് എല്ലാം ഇതിൻ്റെ മുകളിലുണ്ടാകും. നമ്മൾ ആ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് എല്ലാം നമ്മൾ പഠിച്ചതാണ്. അതാണ് ഞാനിവിടെ അതൊന്നും കാണിച്ചിട്ടില്ല. ഇവിടെ കാണിച്ചിരിക്കുന്ന 1, 2, 3 3 ബുഷ്, ഈ കളർ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്ന 3 ബുഷ്. അതിൻ്റെ നേരെ താഴെ ചെറിയ 1, 2, 3 ബുഷ് ഉണ്ട്. അത് ചെറുതായിട്ടാണ് കാണിച്ചത്. അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഈ ഹൈ ടെൻഷൻ, അതായത് 11 kV ലൈൻ നമ്മൾ ഈ വലിയ ബുഷയിലാണ് കൊടുക്കുന്നത്. 3 ഒരു ലൈൻ ഇതേ കൊടുക്കുക, വേറെ ലൈൻ ഇതേ കൊടുക്കുക, വേറെ ലൈൻ ഇതേ കൊടുക്കുക, 3 ലൈൻ കൊടുത്തേ. ഇനി ഈ ലൈനിൽ നിന്ന് വെളിയിലേക്ക് നമ്മൾ സപ്ലൈ എടുക്കുന്ന ചെറിയ ബുഷ് ഉണ്ട്. ചെറിയ ബുഷിൽ നിന്ന് ഒരു ലൈൻ വെളിയിലേക്ക് എടുക്കുക, ഇവിടെ നിന്ന് ഒരു ലൈൻ എടുക്കുക, മൂന്നാമത്തെ ബുഷിൽ നിന്ന് ഒരു ലൈൻ. അങ്ങനെ വരുന്ന ആ ലൈനാണ് നമ്മുടെ റോഡിൽ കൂടെ നമ്മൾ കാണുന്ന സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കാതെ അതിൽ കൂടെ നമ്മൾ വന്നിട്ട് നമ്മുടെ വീട്ടിലെത്തും. വീട്ടിൽ നമ്മൾ നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിനല്ല എടുക്കുന്നത്. അത് 3 ഫേസ് ലൈൻ ആണെങ്കിൽ നമ്മൾ 440 വോൾട്ടേജ്, സിംഗിൾ ഫേസിലേക്ക് അത് വരുമ്പോൾ എത്രയാണെന്ന് അറിയാമല്ലോ, 230 വോൾട്ടേജ്. അതൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇത് ഇത്രയും കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. ഒന്നാമത് ആദ്യം ഓർക്കേണ്ടത് ഈ 3 ഫേസ് സപ്ലൈ നമുക്ക് ഒരു യൂണിറ്റ് സിംഗിൾ യൂണിറ്റ് 3 ഫേസ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചും നമുക്ക് ഈ സപ്ലൈ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇനി ഇവിടെ നോക്കണം, ഈ ടൈപ്പ് ചെയ്തിരിക്കുന്നതിനെ പറ്റി നമുക്ക് സ്റ്റഡി ചെയ്യാം. The transformations of the 3-phase voltage can be affected by means of either a single unit 3-phase transformer. കണ്ടോ, either a single unit of 3-phase transformer, അതായത് ഇതുപോലെ ഒറ്റ യൂണിറ്റിനകത്ത് ഉപയോഗിക്കാം. ഓർ അല്ലെങ്കിൽ 3 സെപ്പറേറ്റ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ, അല്ലെങ്കിൽ 3 സെപ്പറേറ്റ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ നേരത്തെ പഠിച്ച പോലുള്ള ട്രാൻസ്ഫോമർ 3 ഉപയോഗിച്ചും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും 3 ഫേസ് സപ്ലൈ. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജ് എന്നാണ് എന്ന് നോക്കാം. അഡ്വാൻറ്റേജ് ഓഫ് ദീസ് സെപ്പറേറ്റ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമേഴ്സ്, അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ പറയുന്നത്. ഇൻ ദിസ് കേസ് only 1/3 of total output need to be cut off, and only one separate single phase transfer is needed to periodically overhaul and repair etc. അതാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടായെങ്കിൽ നമുക്ക് 3 സെപ്പറേറ്റ് സിംഗിൾ ഫേസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരെണ്ണം കട്ട് ചെയ്താൽ മതി. അപ്പോൾ ബാക്കി 2 സപ്ലൈ നമുക്ക് കിട്ടും. പിന്നെ ഒരു പീരിയോഡിക് ചെക്കപ്പ് എന്നിട്ട് 6 മാസം കൂടുമ്പം 3 മാസം കൂടുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യണം ഓരോന്ന്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഓരോ ട്രാൻസ്ഫോമർ നമ്മൾക്ക് ഡിസ്കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് റിപ്പയർ ചെയ്യാനായി കഴിയും. പിന്നെ അടുത്തെന്താണ്, ബട്ട് ഇഫ് വൺ ത്രീ ഫേസ് ട്രാൻസ്ഫോമർ വേർ യൂസ്ഡ്, അതായത് ഇതുപോലുള്ള ട്രാൻസ്ഫോമർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലോ എന്തായിരിക്കും സംഭവം? ടോട്ടൽ സപ്ലൈ വുഡ് ബി ഷട്ട് ഡൗൺ. ഉണ്ടോ, ടോട്ടൽ സപ്ലൈ നമ്മൾ കട്ട് ചെയ്താലേ ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് ഒറ്റ യൂണിറ്റ് ആണ്, അതാണ് അവർ പറയുന്നത്. ഇതുപോലുള്ള യൂണിറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ടോട്ടൽ സപ്ലൈ കട്ട് ചെയ്താലേ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തൊടാൻ പറ്റുള്ളൂ, റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കാം. ഇൻ പ്രാക്ടീസ് എ സിംഗിൾ 3 ഫേസ് ട്രാൻസ്ഫോമർ ഈസ് വൈഡ്ലി യൂസ്. എന്നാലും പ്രാക്ടീസിൽ നമ്മുടെ റോഡിലെല്ലാം കാണുന്നത് ഇതുപോലുള്ള ട്രാൻസ്ഫോമറാണ്. ഏത്? എ സിംഗിൾ 3 ഫേസ്, അതായത് സിംഗിൾ യൂണിറ്റ് 3 ഫേസ് ട്രാൻസ്ഫോമർ ഈസ് വൈഡ്ലി യൂസ്ഡ്. ഇതുപോലുള്ള ട്രാൻസ്ഫോമറാണ് നമ്മൾ സാധാരണ രീതിയിൽ എല്ലാ കാണുന്നത്. നമ്മൾ റോഡിൽ കൂടെ എല്ലാം നമ്മുടെ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ കാണുന്ന ഇതാണ് ട്രാൻസ്ഫോമറാണ്. അതിനകത്തുള്ള വൈൻഡിങ് ആണ് കാണിച്ചേക്കുന്നത്. ഇപ്പോൾ ഒരുമാതിരി ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ കണക്ഷൻസിനെ പറ്റി എങ്ങനെയാണ്
കണക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെന്ന് വിചാരിക്കുന്നത്. സ്റ്റാർ ഡാറ്റ കണക്ഷൻസ് ഒക്കെ നമ്മൾ 3 ഫേസ് സ്റ്റാർ ഡാറ്റ കണക്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാം. ഇപ്പോൾ ഈ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.